ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. SITയുടെ മേൽ കേരള സർക്കാരിന്റെ ശക്തമായ സമ്മർദ്ദമുണ്ട്. ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ മുഴുവൻ പിടികൂടുന്നതിനും പിടികൂടിയ പ്രതികളെയെല്ലാം നിയമത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനും ഒക്കെ തന്നെയുള്ള നടപടികളിൽ SITയെ വിലക്കുന്നതിന് സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട്. ഇത് നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയായിരുന്നു. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 90 ദിവസം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ജാമ്യം കിട്ടും. സ്വാഭാവിക ജാമ്യത്തിലേക്ക് അവർ പോയി. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ കേസിൽ, സ്വർണ്ണപ്പാളി കേസിൽ, ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട കേസിലെ പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾക്ക് SIT വഴങ്ങുകയാണ്. ഹൈക്കോടതി പല പ്രാവശ്യം ഇത് നിരീക്ഷണം നടത്തിയിട്ടും ദൌർഭാഗ്യവശാൽ SITയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു ശക്തമായ നടപടി കാണുന്നില്ല എന്നുള്ള ദൗർഭാഗ്യം. അതിൽ നല്ല ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷെ ആ ഉദ്യോഗസ്ഥന്മാരെ അവരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ അന്വേഷണത്തെ മരവിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇല്ല. അല്ല, പോകരുത് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ഡിലേ ചെയ്യുന്നത്. നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ പോലും കാര്യമായ പുരോഗതി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വന്നിട്ടില്ലായിരുന്നോ? അത് ചോദിച്ചിട്ടില്ലോ താൻ ഇതുവരെ? പിണറായി വിജയന്റെ ഫോട്ടോ വന്നിട്ടില്ലേ? ഇല്ലേ? ഇപ്പൊ പിണറായി വിജയൻ അതിനകത്ത് പ്രതിയാണോ? ആരുടെയെങ്കിലും ഫോട്ടോ? ഇതാരാ അന്വേഷിക്കുന്നത്? കോൺഗ്രസ് ആണോ അന്വേഷിക്കുന്നത് കേസ് അന്വേഷിക്കുന്ന ആരാ? ഞാനിപ്പോ പറഞ്ഞതുപോലെ പിണറായി വിജയൻ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ലേ അന്വേഷിക്കുന്നത്. ഏത് ഫോട്ടോ ഉണ്ടെങ്കിലും അവർക്ക് പരിശോധിക്കാലോ. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോട്ടോ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ കൂടെ പരിശോധിക്കണം. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ആദ്യം, ബാക്കിയുള്ള പരിശോധിച്ചിട്ട് വേണം പറയാൻ. ഏത് കാര്യമായാലും തിരക്കേടില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് നിൽക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം കെട്ടോനെ അയ്യപ്പനും വിടൂല, കേരളത്തിലെ ജനങ്ങളും വിടൂല, വിശ്വാസികളും വിടൂല. അതിനാര് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, ആരുടെ തലയിലേക്ക് ഇത് മാറ്റാൻ ശ്രമിച്ചാലും സാക്ഷാൽ ദൈവം ഇതൊക്കെ കാണുന്നുണ്ട്. കൃത്യമായിട്ടുള്ള നടപടി അവിടെ വരും. അത് ഞങ്ങൾ വിശ്വസിക്കുന്നതുമാണ്. അല്ലെങ്കിൽ ഇപ്പം കണ്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ ഇതൊന്നും. അതുകൊണ്ട് ഭയപ്പെടണ്ട കേട്ടോ. അത് ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്, കൃത്യമായിട്ട് കാണുന്നുണ്ട്.